ഹായ്, ഹലോ കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി പെട്ടെന്ന് ഒരു സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. ഏവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ 2 ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ചെറിയ വെണ്ടയ്ക്ക, ഒരു തക്കാളിക്ക, 3 പച്ചമുളക് എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉള്ളിയും കിഴങ്ങും തക്കാളിയും എല്ലാം കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്ക കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. വെണ്ടയ്ക്കായിലുള്ള വഴുപ്പ് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. വെണ്ടയ്ക്കാലൊരു വഴുവഴുപ്പുണ്ട്, അത് മാറി ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. എങ്കിലേ നമ്മുടെ സ്റ്റൂവിന് ടേസ്റ്റ് കിട്ടും. നമ്മൾ അത് വഴറ്റി റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷവും നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉരുളക്കിഴങ്ങും ഒന്ന് വരുന്നതും വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. സവാളയും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന 3 മുളക് എരിയുടെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ മുളകിന് നല്ല എരിയാണ്, അതുകൊണ്ട് നമ്മൾ 3 എണ്ണമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ കറിക്ക് എരി കൂടുതലായാലും ശരിയാകില്ല, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങൾക്കെല്ലാം ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പം ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ഒരു അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. എരി വേണ്ടാത്തത് കൊണ്ടാണ് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്നിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയിൽ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വഴറ്റിയെടുക്കുക. ആ മസാലകളുടെ പച്ചമണം മാറണം വരെ
ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമെല്ലാം അത് മാറിയിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ്. ഈ മല്ലിയിലയാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. നമ്മുടെ മല്ലിയില അല്പം വാടിയതാണ്, കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. മല്ലിയില ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങൾ എല്ലാം വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഇളക്കി യോജിച്ചതിന് ശേഷം ഉപ്പൊക്കെ കൃത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പൊക്കെ ഒരുമാതിരി കൃത്യമാണ്. ഇനിയും പുളി, നമ്മുടെ തക്കാളി വെന്തതിന് ശേഷം നമുക്ക് പുളി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പുളിക്ക് പകരമാണ് നമ്മൾ തക്കാളി ഇട്ടിരിക്കുന്നത്. നമുക്കത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്കൊന്ന് നോക്കാം, ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കൃത്യമാണ്. നമുക്ക് പുളി നോക്കാം. പുളി എല്ലാം കൃത്യമായിട്ടുണ്ട്. നമുക്കിനി ഈ കഷ്ണങ്ങളൊന്ന് ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കാം. കിഴങ്ങും തക്കാളിയും നമ്മുടെ എല്ലാം ഒന്ന് ഇളക്കി ഉടച്ച് യോജിപ്പിക്കുക. കാരണം തക്കാളിയൊക്കെ ഉടയ്ക്കുന്നത് നല്ലതുപോലെ, പുളിയൊക്കെ നല്ലതുപോലെ കറിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. ശേഷം നമുക്ക് ഉപ്പൊക്കെ കൃത്യമാണോ അല്ലയോ നമുക്ക് നോക്കിയെടുക്കാം. ചില കൂട്ടുകാർ വീഡിയോ മുഴുവനായിട്ട് കാണാതെ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. നമുക്ക് വീണ്ടും അത് നടച്ച് ഒന്ന് തിളപ്പിക്കാം. തുറന്ന് നോക്കാം. നല്ലതുപോലെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. കറിയെല്ലാം നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൂ അങ്ങനെ റെഡിയായിരിക്കുകയാണ്. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് കടുക് ഒന്ന് താളിച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് അവരവരുടെ ഇഷ്ട അനുസരണം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടുകാരെ, നമ്മൾ രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അത് ക്ഷമിക്കണം. അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്തതിന് ശേഷം നമുക്ക് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് രുചികരമായ രീതിയിൽ കിട്ടുന്ന ഒരു സ്റ്റൂ ആണ്.
വീടുകളിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ജോലിക്ക് പോകേണ്ടവർക്കുമെല്ലാം ചോറിനൊപ്പവും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പം എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. എവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.